മഴതോരും മുമ്പേല് അച്ഛനും മകളും പരസ്പരം തിരിച്ചറിയുന്ന, സംസാരിക്കുന്ന മുഹൂർത്തമാണ് പ്രേക്ഷകരെ, കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് ബാലചന്ദ്രനാണെങ്കിൽ, ഹലോ മിസ്റ്റർ സ്റ്റാലിൻ, നിങ്ങൾ എൻ്റെ ജീവിതവും കൂടിയാണ് തുലച്ച് കളഞ്ഞത്. നിങ്ങൾക്ക് ആ വൈജയെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്, അതെൻ്റെ പേഴ്സണൽ മാറ്ററാണ്, നിങ്ങളതിലേക്ക് കൈയിടേണ്ടതില്ല, തലയിടേണ്ടതില്ല എന്ന്. ഇതേ സമയമാണെങ്കിൽ നിങ്ങളുടെ ആ പേഴ്സണൽ മാറ്റർ എന്നെയും കൂടി പിടികൂടുന്നത് കൊണ്ടാണ് ഞാൻ ഈ കേസിലേക്ക് തലയിടാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങളെയും കൂടിയോ? നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത്? നിങ്ങളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം നിങ്ങൾ ചവച്ചു തുപ്പിയ വൈജയന്തി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച തിരുമണ്ടനാണ് ഞാനെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കഥ തുടരുമ്പോൾ, നിങ്ങളും വൈജയും തമ്മിലുള്ള തെറ്റായ ബന്ധത്തിൽ പിറന്ന കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞാനും വൈജയും തമ്മിൽ നല്ല രീതിയിൽ പ്രണയവും കാര്യങ്ങളും ഉണ്ടായി. അത് വഴിവിട്ട് ഒരു തവണ പോയിട്ടുമുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ അവളുടെ വീട്ടുകാരതറിയുകയും എന്നെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തതാണ് എന്ന് പറയുന്നൊരു കാഴ്ച കാണാം. ആ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചെന്നോ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നെന്നോ തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. താനിതുവരെ തൻ്റെ മകളെ അറിയുകയോ കാണുകയോ ചെയ്തിട്ടില്ല. തനിക്ക് മകളുണ്ടെന്ന് പോലും തനിക്കറിയില്ല എന്ന് പറയുന്നു. തന്നെ അത്രമാത്രം ദ്രോഹിച്ചാണ് ആ കുടുംബക്കാർ അവിടെ നിന്ന് നാട് കടത്തിയത് എന്ന് ബാലചന്ദ്രനോട് സ്റ്റാലിൻ പറയുമ്പോൾ, സ്റ്റാലിൻ്റെ ഭാഗത്തല്ല തെറ്റ് എന്ന് നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചറിയുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ വൈജയന്തിയുടെ വീട്ടുകാരെ സ്റ്റാലിനെ ചതിക്കുകയും ഓടിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുന്നു. അല്ലാതെ മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങളെ ചതിക്കണമെന്നോ വൈജയന്തിയെ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കണമെന്നോ എനിക്ക് യാതൊരു തരത്തിലുള്ള ആഗ്രഹമുണ്ടായിരുന്നില്ല. വൈജയന്തിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനെതിരെ നിന്നത് കടപ്പാട്ടൂരല്ല കൊല്ലപ്പള്ളി വീട്ടുകാരാണ് എന്ന് പറയുന്നു. ഇതിൽ എൻ്റെ ഭാഗത്ത് എവിടെയാണ് തെറ്റ് എന്ന് നമ്മുടെ സ്റ്റാലിൻ ബാലചന്ദ്രനോട് ചോദിക്കുമ്പോൾ, സ്റ്റാലിൻ്റെ മനസ്സ് ബാലചന്ദ്രൻ മനസ്സിലാക്കിയെടുക്കുന്നു എന്ന് വേണം പ്രേക്ഷകരെ, കൂട്ടുകാരെ കാണാനായിട്ട് കഴിയാൻ. ഇതേ സമയം സ്റ്റാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്കും വൈജയന്തിക്കും ജനിച്ച ആ മകൾ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവളുടെ ശബ്ദം കേൾക്കാവുന്നതാണ് എന്ന് പറയുന്നു. ഇതേ സമയം വേണമെങ്കിലല്ല, എനിക്ക് എൻ്റെ മോളുടെ ശബ്ദം കേൾക്കണമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ശബ്ദം, ആ വ്യക്തിയോട് നിനക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിന് ബാലേന്ദ്രൻ ഫോൺ കൊടുത്തിട്ട് സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. സ്റ്റാലിൻ മോളെ എന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ തന്നെ അലീനയ്ക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അച്ഛനാണെങ്കിൽ തൻ്റെ യഥാർത്ഥ അച്ഛനെ കണ്ടുപിടിക്കാനായിട്ടും യഥാർത്ഥ അച്ഛൻ്റെ കൈകളിൽ തന്നെ ഏൽപ്പിക്കാനായിട്ടുമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ആ നിമിഷം അലീന തിരിച്ചറിയുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ, മോളെ, ഈ അച്ഛനോട് ക്ഷമിക്കണേ. ഈ അച്ഛന് നീ ഭൂമിയിൽ ജനിച്ചെന്നോ നിന്നെക്കുറിച്ചൊരു വിവരമോ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നിന്നെ തിരക്കി വരാതിരുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്ക് ആരോടും ദേഷ്യവും വിരോധമൊന്നുമില്ല. എന്നെ അംഗീകരിക്കാൻ നിങ്ങൾക്കൊക്കെ ആയിരുന്നില്ലേ മടി എന്ന് ചോദിക്കുന്നു. എൻ്റെ മോളെ, എനിക്ക് നീയും ഈ ഭൂമിയിൽ ജനിച്ചെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രനോട് പറഞ്ഞ കഥ
അതേമാതിരി തന്നെ അലീനയോടും വ്യക്തമാക്കുമ്പോൾ അലീന തൻ്റെ അച്ഛനെ തിരിച്ചറിയുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അച്ഛനോട് കൂടുതൽ സംസാരിക്കുകയാണ്, അടുക്കുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ അലീന അച്ഛ എന്ന് വിളിക്കുന്നൊരു കാഴ്ച കാണാം. സ്റ്റാലിൻ്റെ കണ്ണുകൾ നിറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോളിനി എന്നാ ഇങ്ങോട്ട് വരുന്നേ എന്ന് സ്റ്റാലിൻ ചോദിക്കുന്നതും കാണാം. ഇതിനിടയിൽ ബാലചന്ദ്രൻ്റെയും കണ്ണുകൾ നിറയുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവരുടെ സംസാരം ഏതാണ്ട് കട്ടാവുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ മകളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവളിവിടെ സുരക്ഷിതയായിരിക്കുമല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും മിസ്റ്റർ ബാലചന്ദ്രൻ, എൻ്റെ മകൾ ഇവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അങ്ങനെ ബാലചന്ദ്രനും സ്റ്റാലിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇവിടെ അവസാനിക്കുന്നൊരു കാഴ്ചയും കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്